ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ. ഏറെ നാൾക്ക് ശേഷമാണ് റോസ്റ്റിങ്ങിന് അനുയോജ്യമായിട്ടുള്ള ഒരു സൂപ്പർ പടം ഇറങ്ങിയത് ഹോട്ട്സ്റ്റാറിൽ. ഇന്ന് OTT റിലീസായിട്ടാണ് ഈ പടം വന്നത്. എനിക്കറിയില്ല, എത്രയോ മലയാള സിനിമകൾ, നല്ല നല്ല സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഈ പടങ്ങളൊന്നും OTTക്കാർ കാണുന്നില്ലേ ആവോ. അതിൻ്റെ ഇടയിൽ ഇതുപോലൊരു സാധനം തിരഞ്ഞെടുത്തിട്ട് കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്തപ്പോഴില്ലേ നല്ല സൂപ്പർ സെലക്ഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് അത്ഭുതം തോന്നിയതും സങ്കടം തോന്നിയതുമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, പണ്ടത്തെ കാലത്ത് മലയാളത്തെ തന്നെ ഏറ്റവും വൺ ഓഫ് ദ ലീഡിങ് ആൻഡ് പ്രോമിസിങ് പ്രൊഡക്ഷൻ ഹൗസായിട്ട് മുന്നിലോട്ടേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു സംരംഭമായിരുന്നു ഓഗസ്റ്റ് സിനിമ. നമുക്കറിയാം, പൃഥ്വിരാജും ഷാജി നടേശനും ആര്യയും സന്തോഷ് ശിവനും ഇവരൊക്കെ കൂട്ടിച്ചേർന്ന് ഉള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനി. ഉറുമി പോലെയുള്ള സിനിമകൾ, അതുപോലെ ഗംഭീര സിനിമകൾ എടുത്ത ഒരു പ്രൊഡക്ഷൻ ഹൗസിന് ഇതുപോലുള്ളൊരു സിനിമയൊക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥയിലോട്ടേക്ക് എത്തിയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടമുണ്ട്. നമുക്കറിയാം, പൃഥ്വിരാജിൽ നിന്ന് പിരിഞ്ഞു പോവുകയും പൃഥ്വിരാജ് സ്വന്തമായിട്ട് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും അതുപോലെ സന്തോഷ് ശിവനും ഇതിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടാണുള്ളത്. അതുകൊണ്ട് ഇവർ രണ്ടാളും, ഷാജി നടേശനും ആര്യയും മാത്രമേ ഇപ്പോൾ ഈ ഓഗസ്റ്റ് സിനിമാസിൻ്റെ കൂട്ടുകെട്ടിലുള്ളൂ. പിന്നീട് വേറൊരു അത്ഭുതം തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സുരാജിനെ പോലെയുള്ള ഒരു ആക്ടർ, കുഞ്ചാക്കോ ബോബനെ പോലെയുള്ള ഒരു ആക്ടേഴ്സൊക്കെ ഈ കാലഘട്ടത്തിൽ അവർ വളരെ കൃത്യതയോടുകൂടി മികച്ച സിനിമകൾ സെലക്ട് ചെയ്ത് ചെയ്യുന്ന ആക്ടേഴ്സാണ്. അത്രയും ഇപ്പോൾ കുഞ്ചാക്കോ ബോബൻ്റെ ഒരു കഴിഞ്ഞൊരു 10 സിനിമ നോക്കിയാൽ മതി, അതുപോലെ സുരാജിൻ്റെ ഒരു കഴിഞ്ഞൊരു 10 സിനിമ നോക്കിയാൽ മതി, അതിൽ 8 എണ്ണവും മികച്ചതായിരിക്കും. അത്രയും നല്ല റോൾസും ക്യാരക്ടേഴ്സൊക്കെ എടുത്ത് സിനിമ ആ രീതിയിൽ കൊണ്ടുപോകുന്ന 2 ആർട്ടിസ്റ്റുകളാണ് ഇവർ രണ്ടാളും. അവർക്കെങ്ങനെ ഇതുപോലുള്ളൊരു സിനിമയിലേക്ക് വന്നു പെട്ടു എന്ന് ആലോചിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ സംശയം തോന്നി, അത്ഭുതവും തോന്നി. കാരണം ഇത്രയും ഒരു അതപ്പതിച്ചൊരു സിനിമ 2024 സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. ഇതൊക്കെ തിയേറ്ററിൽ നിന്ന് കാണുന്ന ആൾക്കാരുടെ ഒരു അവസ്ഥ പറയേണ്ടതില്ല. ഇത് OTT ആയിട്ട് തന്നെ കണ്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനമുള്ള സൂപ്പർ ആടാന്ന് പറഞ്ഞ സോങ് കൂടി ആയപ്പോൾ നല്ല ഉഗ്രനായി എന്ന് പറയേണ്ടി വരും. കാലം തെറ്റി ഇറങ്ങിയ സിനിമയാണോ ഇത് എന്നുള്ള സംശയവും ഇവിടെ ഉദിക്കുന്നുണ്ട്. കാരണം ഒരു 25 വർഷം മുമ്പ് ചിലപ്പോൾ ഇറങ്ങിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു 30 വർഷം മുമ്പ് ചിലപ്പോൾ മലയാളത്തിൽ ഇറങ്ങിയിരുന്നെങ്കിൽ, മൈ ഡിയർ കരടിയും അതൊക്കെ ഉള്ള സമയത്തായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ സിനിമ ചിലപ്പോൾ ഒന്ന് ക്ലിക്ക് പിടിച്ച് പോയേനെ. ഇതുപോലെയുള്ള ഒരു അതപ്പതിച്ച ഒരു സിനിമ കണ്ടത് നീരാളിയായിരുന്നു. അത് ഞാൻ തിയേറ്ററിൽ നിന്ന് കാണാനുള്ളൊരു ഹതഭാഗ്യനായിരുന്നു ഞാൻ എന്ന് പറയേണ്ടി വരും. അതിനുശേഷം ഇത് OTTയിൽ കണ്ടതിൽ വളരെ നന്ദിയുണ്ട്. അല്ലെങ്കിൽ സഹിക്കാൻ ചിലപ്പം പറ്റിയില്ല എന്ന് വരും. സിംഹത്തിൻ്റെ കൂട്ടിൽ പെടുന്ന കുഞ്ചാക്കോ ബോബനും അതിനെ രക്ഷിക്കാൻ വരുന്ന സുരാജ്, അവസാനം സുരാജിനെ രക്ഷിക്കുന്ന കുഞ്ചാക്കോ ബോബനും, അങ്ങനെയൊക്കെ മികച്ച കഥാ ട്വിസ്റ്റുകളൊക്കെ നിറഞ്ഞിട്ടാണ് ഈ സിനിമ ഉള്ളത്. ഈ ഗർജനം മാത്രമേ ഉള്ളൂ, പക്ഷേ ഒരു പൂച്ചയുടെ മ്യാവ് പോലും ഇല്ല. അതിൻ്റെ കൂടെ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ശ്രുതി രാമചന്ദ്രനും പിന്നെ അനഘയും ആണ് മെയിൻ ലീഡിങ് ആക്ട്രസ്സായിട്ട് 2 ആൾക്കാരുള്ളത്. അനഘ ഭീഷ്മപർവത്തിന് ശേഷം ഇങ്ങനൊരു ട്രാൻസിഷൻ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇതിൻ്റെ സംവിധായകനായ JKയുടെ അടുത്ത മികച്ചൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. അതെന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. എന്നാലും ഒരാളങ്ങനെ ആക്ഷേപിക്കാനൊന്നും പറ്റില്ല. ചിലപ്പോൾ മികച്ചൊരു സിനിമയായിട്ട് പുള്ളി ചിലപ്പം തിരിച്ച് വന്നേക്കാം എന്ന് ഉള്ളൊരു ഹോപ്പ് ഇവിടെ വെച്ചുകൊണ്ട്, ഇതൊക്കെയാണ് ഈ സിനിമ കണ്ടിട്ട് എനിക്ക് തോന്നിയ പേഴ്സണൽ അഭിപ്രായം. നിങ്ങൾക്ക് എന്താണ്? ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ കാണൂ, ഹോട്ട്സ്റ്റാറിലുണ്ട്, സബ്സ്ക്രിപ്ഷനൊക്കെ എടുത്തിട്ട് കാണൂ. മികച്ച ഒരു അനുഭവമായിരുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ഡൗൺ ബിലോ. ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ടു ദ ചാനൽ ഫോർ ദ മോസ്റ്റ് ഹോണസ്റ്റ് റിവ്യൂസ്.